മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, ഒത്തിരിയേറെ സന്തോഷത്തോടെയാണ് ഈ അൾത്താരത്തിന് മുമ്പിലേക്ക് നാം എല്ലാവരും കടന്നു വരിക. ഇന്ന് വിവാഹമെന്ന കുദാശയിലൂടൊന്നിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് പരസ്യമായി അൾത്താരത്തിന് മുമ്പിൽ ഈ സമൂഹ മധ്യത്തിൽ ഏറ്റുപറയുവാനായി വാഗ്ദാനം ചെയ്യുവാനായിട്ട് ഡെൽജിനും ടെസ്നയും കടന്നു വന്നിരിക്കുകയാണ്. അതോടൊപ്പം കാട്ടുപാലത്ത് കുടുംബവും നെടുങ്കല്ലൽ കുടുംബവും ഒത്തിരിയേറെ സന്തോഷിക്കുകയാണ്. ഈ മക്കളെ വളർത്തി വലുതാക്കി മാതാപിതാക്കൾക്കും സമൂഹത്തിനും സഭയ്ക്കും പ്രതീക്ഷയായി വളർന്നു വരുവാൻ, പുതിയ കുടുംബജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെയും ആശംസയോടെയുമാണ് നാം എല്ലാവരും ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നിരിക്കുക. ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ആനിക്കാമ്പയിൽ ഇടവകയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന ഡിലിജൻ്റെ മാതാപിതാക്കളും ബന്ധുജനങ്ങളും സഹോദരങ്ങളും, അതോടൊപ്പം നെടുങ്കല്ലൽ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും സഹോദരങ്ങളും ബന്ധുജനങ്ങളും എല്ലാവരെയും മറ്റു വാക്കിൽ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ ശുശ്രൂഷയിൽ നമുക്കൊന്ന് ചേർന്ന് പങ്കെടുക്കാം. ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവാനുഗ്രഹം നിറഞ്ഞ ജീവിതം ഇവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി തമ്പുരാന്റെ തിരുസന്നിധിയിൽ മാധ്യസ്ഥ അപേക്ഷിക്കുകയും ചെയ്യാം. ഇന്ന് ഈ തിരുക്രമങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്ന വൈദികരെല്ലാവരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മുടെ കുടുംബവുമായി ഒത്തിരിയേറെ ബന്ധമുള്ളവരാണ്. എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് ബഹുമാനപ്പെട്ട സ്വാമി വടയാപറമ്പിലച്ഛനാണ്. അച്ഛൻ ആടിക്കൊല്ലി നമ്മുടെ മാതൃ ഇടവകയിലെ വികാരിയാണ്. ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്ന അച്ഛൻ നമ്മോടൊപ്പം ഇന്നും ഈ സന്തോഷത്തിൽ പങ്കുചേരുവാനായി കടന്നു വന്നിരിക്കുന്നു. സ്നേഹബഹുമാനപ്പെട്ട ജെയിംസ് പുത്തമ്പറമ്പിലച്ഛൻ ബത്തേരി ഫൊറോന വികാരിയായിരുന്നു. അന്നും നമ്മുടെ ഇങ്ങനെയുള്ള ശുശ്രൂഷകളിൽ അച്ഛൻ പങ്കാളിയായിട്ടുണ്ട്. ഇന്ന് അച്ഛൻ മരകാവ് ഇടവകയിലെ വികാരിയാണ്. തൊട്ടടുത്ത് നിൽക്കുക മാറ്റനച്ഛനെ നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ മുൻ വികാരിയാണ്, ഇപ്പോൾ കരിമ്പിൽ വികാരിയായിട്ട് സേവനം ചെയ്യുന്നു. തോമസ് കച്ചറയിൽ അച്ഛൻ മാനന്തവാടി രൂപത മതബോധന ഡയറക്ടറാണ്. അച്ഛനും നമ്മോടൊപ്പം ഈ സന്തോഷവേളയിലുണ്ട്. അവിടെ വന്നിരിക്കുന്ന അച്ഛന്മാർ ഒരുപക്ഷെ നിങ്ങൾക്ക് കാണത്തില്ലായിരിക്കാം. അവിടെ കടന്നു വന്നിരിക്കുന്ന മനസ്സമനാരിയിൽ എന്നോടൊപ്പമുള്ള ജോണി അച്ഛനും നിതിനച്ഛനും ജോഫിനച്ഛനും, ഇപ്പോൾ ബോയ്സ് ടൗൺ ഇടവക വികാരിയായിരിക്കുന്ന ജോണി പെരുമാട്ടിക്കുന്നലച്ഛൻ, അതോടൊപ്പം പോളയുടെ കൊണ്ടാടച്ചൻ ഇപ്പോൾ പുതുശ്ശേരിക്കട വികാരിയാണ്. അടിക്കൊല്ലി വികാരിയായിരുന്നു, നമുക്കെല്ലാവർക്കും പരിചയമുണ്ട്. സെബാസ്റ്റ്യൻ ഏലംകുന്നേലച്ചൻ കബനിഗിരി വികാരിയാണ്. ഇവരെല്ലാവരും ഇന്ന് ഈ മക്കളെ അനുഗ്രഹിക്കുവാനായി കടന്നു വന്നിരിക്കുകയാണ്. സ്നേഹബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ സാന്നിധ്യം തീർച്ചയായിട്ടും നമുക്ക് അനുഗ്രഹപ്രദമാണ്. ഒത്തിരി സ്നേഹത്തോടെ ആദരവോടെ ഈ തിരുക്കർമ്മങ്ങളിലേക്ക് അവരെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്നിവിടെയുള്ള ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ സ്നേഹത്തോടെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈ ദേവാലയം മനോഹരമാക്കുവാൻ അധ്വാനിച്ച ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും അൾത്താര ശുശ്രൂഷയെയും കൈക്കാരന്മാരെയും എല്ലാവരെയും സ്നേഹത്തോടെ നന്ദിയോടെ ഓർത്തുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട വൈദികരെയും നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ടും നമുക്ക് ഈ തിരുക്കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ആദിയിൽ മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിക്കുകയും സ്നേഹക്കൂട്ടായ്മയ്ക്കും മനുഷ്യവംശത്തിനും നിലനിൽപ്പിനുമായി അവരെ തമ്മിൽ യോജിപ്പിക്കുകയും ചെയ്ത അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. പൂർവ്വപിതാവായ ഇസ്ഹാക്കിനെയും അവൻ്റെ ജീവിത പങ്കാളിയാകാൻ തിരഞ്ഞെടുത്ത റബേക്കായെയും അനുഗ്രഹിച്ച കർത്താവേ, വിവാഹ വാഗ്ദാനത്തിനായി തിരുമുമ്പിൽ അണിഞ്ഞിരിക്കുന്ന ഈ ദാസരെ സ്വതന്ത്ര മനസ്സോടും തികഞ്ഞ സന്തോഷത്തോടും കൂടെ വിവാഹ വാഗ്ദാനം നടത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും.
കർത്താവ് നല്ലവനാണ് നിങ്ങൾ അനുഭവിച്ചറിയുവൻ. യിസ്ഹാക്കിന് ഭാഗ്യ കണ്ടെത്താൻ വഴിയൊരുക്കിയ കർത്താവെ, വിവാഹ വാഗ്ദാനത്തിൽ അണഞ്ഞിരിക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. കർത്താവിൽ ആശ്രയിക്കുന്നവരെല്ലാം ഭാഗ്യവാന്മാരാകുന്നു. ധനികർ ദരിദ്രരാകാം, വിശന്നു വലയാം, കർത്താവിനെ തേടുന്നവർക്കോ നന്മകൾക്കൊന്നും കുറവുണ്ടാകയില്ല. മക്കളെ വന്നു കേൾക്കുവിൻ, ദൈവഭയം നിങ്ങളെ ഞാൻ അഭ്യസിപ്പിക്കാം. ജീവിതം ഇഷ്ടപ്പെടുകയും നല്ല ദിനങ്ങൾക്കായി കാക്ഷിക്കുകയും ചെയ്യുന്നുവോ? എല്ലാ തിന്മകളിൽ നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അതിരത്തെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. അകത്തിൽ അകത്ത് നന്മ ചെയ്യുവിൻ, സമാധാനം തേടി അതിനെ പിന്തുടരുവിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. യിസ്ഹാക്കിനെ ഭാര്യയെ കണ്ടെത്താൻ വഴിയൊരുക്കിയ കർത്താവെ, വിവാഹ വാഗ്ദാനത്തിൽ അണഞ്ഞിരിക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിച്ചൂട് നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും നന്ദിയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ലോകത്തിൻ്റെ പ്രകാശവും സകലത്തിൻ്റെയും ജീവനുമായ മിശിഹായി, നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരുണ്യത്തിന് എന്നേക്ക് സ്തുതി. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 6-ാം അധ്യായം 25 മുതലുള്ള തിരുവചനങ്ങൾ. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും എന്ന ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ആകാശപ്പറവുകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല. എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠം മൂലം ആയുസ് ഒരു വിനാഴികയെങ്കിലും കൂട്ടാൻ നിങ്ങൾ ആർക്കെങ്കിലും സാധിക്കുമോ? വസ്ത്രത്തെപ്പറ്റിയും നിങ്ങളെന്തിന് ആകുലരാകുന്നു? വലിയ ലില്ലികൾ എങ്ങനെ വളരുന്നു എന്ന് നോക്കുക. അവ അധ്വാനിക്കുന്നില്ല, നൂൽ നിൽക്കുന്നുമില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും തൻ്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ അടുപ്പിലെറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല. അതിനാൽ എന്ത് ഭക്ഷിക്കും,
എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. നിങ്ങളാകട്ടെ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവാൻ, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്നീ മക്കളെ അനുഗ്രഹിക്കുവാനായിട്ട് ചെറുകാട്ടൂർ പള്ളി വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോസ് കപ്പേരമലയച്ചൻ നമ്മോടൊപ്പം ഉണ്ട്. അതോടൊപ്പം പഞ്ചാബ് മിഷനിൽ ഇന്ന് ജോലി ചെയ്യുന്ന ദിദിൻ തലച്ചെറിയച്ചനും നമ്മോടൊപ്പം ഉണ്ട്. അവരുടെ സാന്നിധ്യത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഇന്നീ ദിവസത്തിൻ്റെ സന്ദേശം നൽകുക സ്നേഹബഹുമാനപ്പെട്ട ജെയിംസ് പുത്തംപറമ്പിലച്ചനാണ്. നമുക്കെല്ലാവർക്കും ശാന്തമായിരിക്കാം. പ്രിയപ്പെട്ട ടെസ്നയുടെയും ഡിലിജൻ്റെയും പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ, ഏറെ പ്രിയപ്പെട്ട ബഹുമാന്യരായ വൈദികരെ, അതിലേറെ പ്രിയപ്പെട്ട സജി അച്ഛ, ഒരു വിവാഹത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് വിവാഹ വാഗ്ദാനം നടത്താൻ വേണ്ടി 2 കുടുംബങ്ങളിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട 2 മക്കൾ ടിജിനും ടെസ്നയും സമൂഹത്തിൻ്റെ അനുവാദത്തോടെ ദൈവത്തിൻ്റെ അനുഗ്രഹം ചോദിച്ച് നമ്മുടെ ദേവാലയത്തിൻ്റെ വിശുദ്ധിയിൽ വന്ന് ചേർന്നിരിക്കുന്നത്. ടെസ്നയും ഡിജിനെ സംബന്ധിച്ച് ഇത് 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു ബന്ധവും അതിനപ്പുറം 2 കുടുംബങ്ങൾ, 2 ഇടവകൾ തമ്മിലുള്ള ബന്ധം കൂടിയാണ്. അപ്പം ദേവാലയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളിങ്ങനെ അച്ഛന്മാർ തമ്മിൽ പറയുകയായിരുന്നു, ഇപ്പോൾ ചെറുക്കൻ്റെ ഡിൽജിൻ്റെ വീട്ടിൽ നിന്ന് വന്നതിനേക്കാളും അധികം അച്ഛന്മാരിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഡിൽജിൻ ചോദിക്കുന്നത്, എന്താ ടെസ്ന ഇത്രയും അച്ഛന്മാരിവിടെ വരാനുള്ള സാഹചര്യം എന്താണ് ഇത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഒത്തുകല്യാണം എന്നൊക്കെ പറയണത്. അച്ഛന്മാർ വരാനുള്ള കാരണം നെടുങ്കല്ലൂർ കുടുംബവുമായി ബന്ധമുള്ളവരാണ്. സജിയച്ഛൻ സൂചിപ്പിച്ച പോലെ അച്ഛൻ ഞങ്ങൾക്കൊക്കെ പ്രിയപ്പെട്ടവരാണ്. അതുപോലെ നെടുങ്കല്ലൂർ കുടുംബം അതുപോലെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ വേണ്ടി വന്നിരിക്കുന്നത്. വിവാഹത്തിന് തുടക്കം കുറിക്കുന്ന ഒത്തുകല്യാണത്തിൻ്റെ സന്ദേശം എന്നൊക്കെ പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ അത്ര എളുപ്പം ഉള്ള ഒരു കാര്യമല്ല. കാരണം വിവാഹവും ഒത്തുകല്യാണവും തമ്മിൽ വലിയ അകലമില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മളങ്ങനെ ചിന്തിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്തുള്ള സന്ദേശത്തിലേക്ക് കടക്കുമ്പോൾ 2 വ്യക്തികൾ തമ്മിലുള്ള ഒന്നുചേരലിന് അടിസ്ഥാനമായി ഭവിക്കുന്നത് എന്താണ്? അത് സ്നേഹം എന്ന് പറഞ്ഞ് തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തുടക്കം നമുക്കറിയാം ദൈവത്തിൽ നിന്നാണ്. പിന്നീട് ദൈവം മെനഞ്ഞെടുത്ത ആദ്യത്തെ 2 മനുഷ്യ ജീവിതങ്ങൾ ആദമും ഹവയും ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ ദൈവം ആദ്യം പുരുഷനെ സൃഷ്ടിച്ചു. ആദം സർവ്വതും അവനെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു, പരദീസം മുഴുവനും. പക്ഷെ അതുകൊണ്ട് അവൻ തൃപ്തനായിരുന്നില്ല. അപ്പോഴാണ് ദൈവം പറയുന്നത്, അവന് ചേർന്ന ഒരു ഇണയെ ഞാൻ നൽകും. അങ്ങനെയാണ് ഹവയെ സൃഷ്ടിക്കുന്നത് നമുക്കറിയാം. പക്ഷെ ആദം ഹവയെ ആദ്യം കണ്ടപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവൾ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയാണ്, എൻ്റെ മാംസത്തിൻ്റെ മാംസമാണ്. ഡിജൻ എന്നാണ് ടെസ്നയെ ആദ്യം കണ്ടതെന്നും അറിയത്തില്ല, എവിടെ വെച്ചാൽ കണ്ടതെന്നും അറിയത്തില്ല. എന്താണെങ്കിലും ഏദൻ തോട്ടത്തിൽ വെച്ചല്ല, വേറെ എവിടെയോ വെച്ചാണ് കണ്ടത്. ഇപ്പോൾ കണ്ട സ്ഥലം നിങ്ങൾ ഏദൻ തോട്ടമാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഡിജിൻ ടെസ്നയോട് പറഞ്ഞത് പണ്ട് ആദം പറഞ്ഞ വചനം തന്നെ ആയിരുന്നോ, ഇവിടെ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയാണ്, മാംസത്തിൻ്റെ മാംസമാണ്, അങ്ങനെ എങ്ങാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇല്ല, അങ്ങനെ പറഞ്ഞില്ല, പറയാനൊരു അവസരം കിട്ടിയില്ല. പക്ഷേ പിന്നീടുള്ള നിങ്ങളുടെ സംഭാഷണങ്ങളിലും സോഷ്യൽ മീഡിയയിലുള്ള ഇടപെടലുകളിലുമൊക്കെ സമാനമായ അർത്ഥം വരുന്ന പദപ്രയോഗങ്ങൾ പുതിയ കാലഘട്ടത്തിൻ്റെ നിറം ചേർത്ത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും, ഇല്ലേ? ഉറപ്പായിട്ടും പറഞ്ഞിട്ടുണ്ടാകും. അതങ്ങനെയാണ് സംഭവിക്കേണ്ടത്. അതുകൊണ്ടാണ്, കാരണം അത് തമ്പുരാൻ ആരംഭം മുതലേ അങ്ങനെയാണ് ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് വാക്കുകൾ മാറും, പദാവലി മാറുമെന്നല്ലാതെ അതിൻ്റെ സന്ദേശത്തിന് ഒരിക്കലും ഒരു മാറ്റവും ഉണ്ടാവില്ല. അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവും തന്നെയാണ്. അങ്ങനെയാണ് ഈ ഒത്തുകല്യാണത്തിൻ്റെ സമയത്ത് നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നത്. പിന്നെ അത് വിവാഹത്തിലേക്ക് എത്തുമ്പോൾ അതിനും അപ്പുറത്തേക്ക് കുറേ കൂടെ ആഴമായൊരു ബന്ധത്തിലേക്ക് നമ്മൾ കിടക്കുന്നത്. വേദപുസ്തകത്തിലെ 2 വീടുകളുടെ കാര്യം നമ്മൾ ഓർക്കുന്നുണ്ട്. ഒന്ന് പാറമേൽ അടിത്തറയിട്ട് പണിതൊരു വീടാണ്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത്
മഴ പെയ്തു, കാറ്റൂതി, വെള്ളപ്പൊക്കമുണ്ടായി, ഈ ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു. പക്ഷെ അത് വീണുപോയില്ല. അതിൻ്റെ കാരണം അതിൻ്റെ അടിത്തറ പാറമേൽ ഉറപ്പിച്ചിട്ടുള്ളതാണ്. വീട് കണ്ടാൽ അതുപോലെയൊക്കെ തന്നെയാണ്. അത് സംഭവിച്ച കാര്യങ്ങളും ഒരേ കാര്യം തന്നെയാണ്. മഴ പെയ്തു, കാറ്റൂതി, വെള്ളപ്പൊക്കമുണ്ടായി, അതിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി. അതിൻ്റെ കാരണം അതിൻ്റെ അടിത്തറയ്ക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ്. ഇപ്പോൾ കുടുംബം ഒരു വീടാണ്. നമ്മളങ്ങനെ ചിന്തിക്കുക. ഒരു വിവാഹം ഒരു വീട്ടിലേക്ക്, ഒരു കുടുംബത്തിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിത്തറ അത് സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. സ്നേഹത്തിൽ അടിത്തറ ഉറപ്പിക്കാത്ത ഒരു കുടുംബവും ഒരു വീടും നിലനിൽക്കില്ലെന്ന് നമുക്കറിയാം. ഇവിടെ ഇരിക്കുന്ന വിവാഹിതരായ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണിത്. സ്നേഹത്തിൽ അടിത്തറ ഉറപ്പിക്കാത്ത ഒരു വീടും നിലനിൽക്കില്ല, ഒരു കുടുംബവും നിലനിൽക്കില്ല, ഒരു ബന്ധവും നിലനിൽക്കില്ല. അപ്പോൾ ഈ സ്നേഹത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് വളരെ കൃത്യമായിട്ട് തന്നെ പൗലോസ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പൗലോസ്ലീഹ പറയുന്നത് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യ ഭർത്താവിനെ, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുക എന്നതാണ്. ഇപ്പോൾ ക്രിസ്തു സഭയെ സ്നേഹിച്ചത് എങ്ങനെ നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്. സഭയ്ക്ക് ജീവനുണ്ടാവാൻ വേണ്ടി തൻ്റെ ജീവൻ പൂർണ്ണമായി കൊടുത്തിട്ടാണ് ഈശോ സഭയെ സ്നേഹിക്കുന്നത്. അപ്പം അതുപോലെയുള്ള ആഴമായ ഒരു ബന്ധത്തിലേക്ക് കടക്കണമെന്ന് പറയുമ്പോൾ ഈ രണ്ട് മക്കളും പരസ്പരം തങ്ങളെ തന്നെ സമ്പൂർണ്ണമായി കൊടുക്കാൻ മാത്രം ഹൃദയവിശാലതയുള്ളവർ, സമർപ്പിക്കേണ്ടവർ, ആ ഒരു തലത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ചിന്തകളിലേക്കൊക്കെ കടക്കുമ്പോൾ എന്താണ് സ്നേഹം? അങ്ങനെ ഒരു ചോദ്യത്തിന് നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉത്തരം ടു ലിവ് ഈസ് ടു ലവ് ആൻഡ് ടു ലവ് ഈസ് ടു ഗെറ്റ് വോൺ ഔട്ട്. അങ്ങനെ പറയുക. ടു ലിവ് ഈസ് ടു ലവ്. ജീവിക്കുക എന്നാൽ സ്നേഹിക്കുക എന്ന അർത്ഥം. സ്നേഹിക്കുക എന്നാൽ ജീർണിക്കുക എന്ന അർത്ഥം. അപ്പോൾ ഇതാണ് സ്നേഹത്തിൻ്റെ സ്വഭാവം. ഇവിടെയുള്ള വിവാഹിതരായ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സ്നേഹത്തിൻ്റെ ഒരു മറുപുറം ഉണ്ട്. അവിടെ ഒരു ഇത്തിരി ജീർണതയുണ്ട്, സഹനമുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മളങ്ങനെ ചിന്തിക്കുന്നത്. ഇപ്പോൾ സ്നേഹം പൂർണ്ണമാവുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിൽച്ചനും ടെസ്നയും തമ്മിലുള്ള വിവാഹത്തിനും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ രണ്ട് പേരാണ്, രണ്ട് കുടുംബ പശ്ചാത്തലത്തിൽ വളർന്നു വന്നവരാണ്, രണ്ട് പാരമ്പര്യങ്ങളിൽ നിന്ന് വന്നവരാണ്, രണ്ട് വ്യക്തികളാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ ബുദ്ധി, നിങ്ങളുടെ ഭാവിയെ കുറിക്കുന്ന സങ്കല്പങ്ങൾ. അപ്പം അതൊക്കെ ഇത്രയും നാളും അങ്ങനെയായിരുന്നു. ഇനിയിപ്പോൾ ഡിൽജിനും ടെസ്നയും അവരെ സംബന്ധിച്ച് അത്തരത്തിലല്ല. എന്താണോ ടെസ്നയുടെ ആഗ്രഹം അതുകൂടെയാണ് ഡിൽജിൻ പരിഗണിക്കുന്നത്. എന്താണോ ഡിൽജിൻ്റെ ആഗ്രഹം അതുകൂടെയാണ് ടെസ്ന പരിഗണിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും തമ്മിലുള്ള ഒരു പാരസ്പര്യം ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ട് കുടുംബ പശ്ചാത്തലമാണ്, അതൊന്നായി തീരുന്നിടത്താണ്. അങ്ങനെ ചേരുന്നിടത്താണ് ഈ പറയുന്ന ചെറിയൊരു ജീർണതയുള്ളത്, ത്യാഗമുള്ളത്, സഹനമുള്ളത്. ഇപ്പോൾ സ്നേഹം പൂർണ്ണമാവുന്നത് ഇത്തരം കാര്യങ്ങളിലാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ എന്ന് പറയാനുള്ള കാരണം അതാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇപ്പം നമ്മൾ വായിച്ചു കേട്ട വചനഭാഗം ദൈവത്തിൽ ആശ്രയിക്കാൻ പറഞ്ഞുകൊണ്ടാണ്. ഈശോ ഉദാഹരണങ്ങൾ സഹിതമാണ് പറയുന്നത്. സോളമനെ പോലെ, വയലിലെ ലില്ലികളെ പോലെ എന്നൊക്കെ പറയുമ്പോൾ അന്ന് കാലത്ത് ജീവിച്ചിരുന്നവരിൽ ഏറ്റവും പ്രതാപശാലിയാണ് സോളമൻ. സോളമനെ പോലെ അലങ്കൃതനായ മറ്റൊരാളും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഈശോ പറഞ്ഞു, വയലിലെ ലില്ലികളെ ദൈവം എത്രത്തോളം അലങ്കരിക്കുന്നു, സോളമൻ പോലും അത്രത്തോളം അലങ്കൃതനായിരുന്നില്ല. അപ്പം അതുകൊണ്ട് തമ്പുരാൻ പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുക എന്നാണ്. അപ്പം അതുകൊണ്ട് ഈ രണ്ട് പ്രിയപ്പെട്ട മക്കളുടെയും ജീവിതം സമ്പൂർണ്ണമാകുന്നത് ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴാണ്. അതിനൊരു കാരണം കൂടെ നമുക്ക് കാണാം. ഒരുപക്ഷെ നാളെ കല്യാണത്തിൻ്റെ ദിവസം അത് അങ്ങനെ ചിന്തിച്ചു എന്ന് വരാം. കാനായിലെ കല്യാണ വിരുന്നിൻ്റെ പശ്ചാത്തലമാണ്. അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികൾ. വചനം പറയുന്നു ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ വചനം പറയുന്നു ഈശോയും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നു. അപ്പോൾ ഈ രണ്ട് വ്യക്തികൾ നമ്മുടെ കുടുംബത്തിലുള്ളപ്പോഴാണ് ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായും ആശ്രയിക്കാൻ പറ്റുന്നത്. അങ്ങനെ വരുന്നിടത്താണ് വയലിലെ ലില്ലികളെപ്പോലെ അലങ്കൃതയുമാകാൻ പറ്റുന്നത്. സോളമനെ പോലെ മഹത്വപൂർണ്ണമായ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കടക്കുന്നത്. നമ്മുടെ ആകൃതകളും നമ്മുടെ വ്യഗ്രതകളും സ്വാഭാവികമായിട്ടും കുടുംബത്തിലേക്ക് കടക്കുമ്പോൾ, വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ചെറിയ ആശങ്കകളൊക്കെ ഉണ്ടാവും, ഇല്ലേ? എത്ര സംസാരിച്ചിട്ടുണ്ടെങ്കിലും
എത്ര പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിലും ചെറിയ ആശങ്കകളൊക്കെ ഉണ്ടാകും. ഈ വീട്ടിൽ ചെല്ലുമ്പോൾ എങ്ങനെയായിരിക്കും, അപ്പച്ചനും അമ്മച്ചും എങ്ങനെയാണ്, ഇനി ഡിൽജൻ എങ്ങനെയാണ്. അപ്പം അതുപോലെ തന്നെ ഡിൽജൻ്റെ അപ്പച്ചനും അമ്മച്ചയ്ക്കും ഡിൽജനും ചെറിയൊരു ആശങ്ക ഉണ്ടാവും. ടെസ്ന എങ്ങനെയാണ്, ടെസ്നയുടെ കുടുംബം എങ്ങനെയാണ്. അപ്പോൾ ഈ ആശങ്കകളൊന്നും ആവശ്യമില്ല. ഇതൊക്കെ അടിസ്ഥാനമില്ലാത്തതാണ്. കാരണം നിങ്ങളെ രണ്ടുപേരെയും ചേർക്കുന്നത് ദൈവമാണ്. അതുകൊണ്ട് ആ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത് എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് ആശങ്കയ്ക്കൊന്നും അർത്ഥമില്ല. നിങ്ങളുടെ 2 മക്കളും നല്ല മക്കളാണ്, നല്ല കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. അപ്പം അതുകൊണ്ട് തന്നെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വളരുന്ന ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് നിങ്ങൾ 2 പേരും ഇത്തരമൊരു ബന്ധത്തിലേക്ക് വരുമ്പോൾ യാതൊരു ആശങ്കയ്ക്കും ഇടമില്ല. മറിച്ച് ദൈവത്തിൽ സമ്പൂർണ്ണമായി ആശ്രയിക്കുക, ദൈവത്തിന് സമ്പൂർണ്ണമായി കൊടുക്കുക. അങ്ങനെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. അനുഗ്രഹപ്രദമായൊരു കുടുംബം, ദൈവകൃപ കൊണ്ട് സമ്പന്നമാവുന്ന ഒരു കുടുംബം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുന്നു. ഞങ്ങൾ വന്നു ചേർന്നിട്ടുള്ള എല്ലാ അച്ഛന്മാരുടെയും പേരിൽ പ്രാർത്ഥനയോടെ വരാനിരിക്കുന്ന വിവാഹത്തിൻ്റെ 100 മംഗളങ്ങൾ പ്രാർത്ഥനയോടെ നേരുന്നു. ദൈവം നിങ്ങളെപ്പോഴും കരുതലോടെ സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ വിവാഹ വാഗ്ദാനത്തിനായി ഒരുങ്ങി നിൽക്കുന്ന ഈ ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. വിവാഹ വാഗ്ദാനം ചെയ്യുന്ന ഈ ദാസരെ ആശീർവദിക്കുകയും ഇവർ ചെയ്യുന്ന വാഗ്ദാനം അനുസരിച്ച് വിവാഹിതരാകുവാനുള്ള കൃപ ഇവർക്ക് നൽകുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രൈസ്തവ വിശ്വാസത്തിലും ഹൃദയവിശുദ്ധിയിലും അധിഷ്ഠിതമായ വിവാഹ ജീവിതം നയിക്കുവാൻ ഇവരെ സജ്ജരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തീയ കുടുംബജീവിതത്തിന്റെ കടമകൾ മനസ്സിലാക്കി വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹം എന്ന കുദാശ ദമ്പതികൾ തമ്മിലും ദൈവവുമായും നടത്തുന്ന ഉടമ്പടിയും മരണം വരെ നിലനിൽക്കുന്ന ബന്ധവുമാണെന്ന ബോധ്യത്തോടെ അത് സ്വീകരിക്കുവാൻ ഈ ദാസരെ ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹ വാഗ്ദാനം ചെയ്യുവാനായി തിരുമുമ്പിൽ അണിഞ്ഞിരിക്കുന്ന അങ്ങയുടെ ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. ഇവരുടെ വാഗ്ദാനം പൂർത്തിയാക്കുവാനും അങ്ങേക്ക് പ്രീതികരമായ ജീവിതം നയിക്കുവാനും വേണ്ട അനുഗ്രഹം ഇവർക്ക് നൽകണമേ. ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും സ്നേഹത്തിലും ഐക്യത്തിലും കാത്ത് സംരക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ശരിയായ അറിവോടും സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മാത്രം വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂവെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങളുടെ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കാൻ അവസരം തിരുസഭ നിങ്ങൾക്ക് നൽകുകയാണ്. ഡിൽജിൻ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കുദാശയിലൂടെ ടെസ്നയെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നുവോ? ടെസ്ന, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കുദാശയിലൂടെ ഡിൽജിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നുവോ? വിവാഹ നിശ്ചയത്തിന് നിങ്ങൾ സാക്ഷികളാണല്ലോ. വിവാഹ വാഗ്ദാനം നടത്തിയ നിങ്ങളെ മിശിഹ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. സഭയെ നിർമ്മലവധുവായി സ്വീകരിച്ച കർത്താവായ മിശിഹായെ, വിവാഹ വാഗ്ദാനം ചെയ്ത ഈ ദാസരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിൻ്റെ വലങ്കൈ നീട്ടണമേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും തിരുകുടുംബത്തിൻ്റെ നാഥനായ
മാറിയ ഔസേപ്പിൻ്റെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെയും പ്രാർത്ഥന ഇവരുടെ വാഗ്ദാനത്തെ സഫലമാക്കട്ടെ. സകല വിശുദ്ധരുടെയും വിശിഷ്യ ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മാധ്യസ്ഥം ഇവർക്ക് സംരക്ഷണവും സഹായവുമായിരിക്കട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ദൈവത്തിൻ്റെ പരിപാലനയിൽ നിങ്ങൾ ചെയ്ത വാഗ്ദാനത്തെ അവിടുന്ന് വചനത്താൽ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിൻ്റെ കൽപ്പനയാൽ സുസ്ഥിരമാക്കുകയും കരുണയാൽ പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. അബ്രാഹത്തെയും സാറായെയും ഇസഹാക്കിനെയും റബേക്കയെയും യാക്കോബിനെയും റാഹേലിനെയും സംയോജിപ്പിച്ച ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിൻ്റെ ഐക്യത്തിലും മുദ്രിതമാക്കട്ടെ. തീഷ്ണമായ പ്രാർത്ഥനയോടും ആത്മീയമായ ഒരുക്കത്തോടും കൂടെ വിവാഹമെന്ന കൂദാശയ്ക്കായി അണയുവാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളെയും നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സാന്നിധ്യത്താൽ ഈ തിരുക്കർമ്മങ്ങൾ സംബന്ധിച്ച് ഈ മക്കളെ അനുഗ്രഹിച്ച ആശീർവദിച്ച വൈദികരെയും മറ്റെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുകയാണ്.
today. And I'm Amisha Biju, and I'm truly honored to be an anchor for this joyous occasion. അതെ, ഇത് ഒരുപാട് സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും നിമിഷങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ടെസ്റ്റിന്റെയും ബിൽജിന്റെയും ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷത്തിന് സാക്ഷികളാകാൻ നാം ഓരോരുത്തരും ഇന്ന് ഒപ്പമാണ്. എല്ലാ പ്രിയപ്പെട്ടവരുടെയും സ്നേഹ സാന്നിധ്യത്തിൽ തങ്ങളുടെ ഒരുമിച്ചുള്ള ജീവിതം ആരംഭിക്കാൻ ഒരുങ്ങുന്ന ടെസ്റ്റിനെയും ബിൽജിനെയും അനുഗ്രഹിക്കുവാനായി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ നിമിഷം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. As we celebrate this beautiful union, let me take a moment to shine a spotlight on our dashing groom, Mr. D.T. George, with a solid foundation in BCA from He's a man of integrity and dedication, whose value have gained his family. You are symbolizing the sweetness and joy you bring into